ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. കൊലുസൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്ലാൻസിൻ്റെ വീഡിയോ ഒന്നുമല്ല, മറിച്ചൊരു മനോഹരമായ അമ്പലത്തിൻ്റെ വീഡിയോ ആണ്. തിരുമലൈക്കോവിൽ എന്ന് കേട്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ തെങ്കാശി താലൂക്കിൽ പൻപുഴി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു മുരുകൻ ക്ഷേത്രമാണ് തിരുമലൈക്കോവിൽ. തിരുമലൈ കുമാരസ്വാമി ടെമ്പിൾ എന്നും ഈ അമ്പലത്തിന് വിളിപ്പേരുണ്ട്. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനായ ഈ ഒരു ക്ഷേത്രം ഒരിക്കലെങ്കിലും ഒന്ന് സന്ദർശിച്ചിരിക്കണം. കേരളവുമായി പങ്കുവെക്കുന്ന അതിർത്തിക്കടുത്ത് പശ്ചിമഘട്ടത്തിൽ ഏകദേശം 400 അടി ഉയരത്തിലുള്ള ഒരു കുന്നിൻ മുകളിലാണ് മനോഹരമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കൊല്ലം തെന്മലയിൽ നിന്നും 40 കിലോമീറ്ററാണ് ഏകദേശ ദൂരം ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ളത്. തിരുമലൈക്കോവിലിൻ്റെ അടിവാരം വരെ ബസ് സർവീസും ഉണ്ട്. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി പ്രധാനമായും 2 ക്ഷേത്ര കവാടങ്ങളാണ് ഉള്ളത്. ഈ ഒരു കവാടം വഴി നമുക്ക് വാഹനത്തിൽ ക്ഷേത്രമുറ്റത്ത് എത്താവുന്നതാണ്. ഓരോ വാഹനത്തിനും പ്രത്യേകം ചാർജും ഉണ്ട്. ഇനി വാഹനത്തിലല്ല, നമുക്ക് നടന്നു കയറാനാണെങ്കിൽ ഈ ഒരു കവാടം വഴി 625 പടവുകൾ താണ്ടി വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ. ഇനി നമ്മൾ വാഹനത്തിൽ പോവുകയാണെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷന് സമാനമായ കാഴ്ചകളാണ് ഈ മുകളിലേക്കുള്ള ഡ്രൈവ് സമ്മാനിക്കുന്നത്. അതോടൊപ്പം പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതവർണ്ണാഭമായ ഭംഗി കൂടി ആസ്വദിക്കാൻ ഈ മുകളിലേക്കുള്ള വാഹനയാത്ര കൊണ്ട് സാധിക്കും. നമുക്ക് ഈ ഒരു തിരുമലൈക്കോവിൽ അല്ലാതെ തെങ്കാശിയിൽ കാണാൻ ഒത്തിരിയേറെ സ്ഥലങ്ങളുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റിയ അത്ര ദൂരത്താണ് ഈ മനോഹരമായ സ്ഥലങ്ങളും അമ്പലവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. മുകളിലെ പാർക്കിങ്ങിൽ നിന്ന് കാണുന്ന കാഴ്ചയാണിത്. ഇത്ര മനോഹരമായ കാഴ്ച അല്ലേ? നമുക്ക് താഴെ അടിവാരത്തായി നിറയെ തെങ്ങിൻ തോപ്പുകളും മാവിൻ തോപ്പുകളും കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടക്കുകയും ഇതാണ് ശ്രീകോവിലേക്കുള്ള പ്രധാന ക്ഷേത്ര കവാടം. ഈ ക്ഷേത്ര കവാടത്തിനുള്ളിലാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. അതിനുള്ളിലേക്ക് ഫോട്ടോഗ്രാഫി ഒന്നും തന്നെ അനുവദിക്കുന്നതല്ല. നല്ല ചിത്രകലകളാലും കൊത്തുപണികളാലും ഈ ഒരു ഗോപുരം മനോഹരമാക്കിയിട്ടുണ്ട്. മലയടിവാരത്തിൽ നിന്നും വരുന്നതിന് വേണ്ടിയിട്ടുള്ള പടവുകളും ഈ ഒരു ക്ഷേത്രമുഖത്തേക്കാണ് എത്തുന്നത്. പുഷ്പയിലെ ഒരു ലൊക്കേഷനും ഈ പടവുകൾ തന്നെയാണ്. ഇനി നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ അതിമനോഹരമായ പ്രൗഢഗംഭീരമായ ഒരു രാജഗോപുരം കാണാം. നിറയെ അലങ്കാരപ്പണികളും കൊത്തുപണികളും ഒക്കെയായിട്ട് തല ഉയർത്തി നിൽക്കുന്ന ഒരു ഗോപുരം. ഈ ഗോപുരത്തിലേക്ക് കടക്കാൻ ഇരു സൈഡിലുമായി പടവുകളുണ്ട്. ഈ പടവിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഒത്തിരി കൽപ്പണികളും കാണാൻ സാധിക്കും. വിദഗ്ധമായ കലാകാരന്മാരുടെ വൈഭവത്തെ വിളിച്ചോതുന്നവയാണ് ഈ ഓരോ കൽപ്പണികളും. ആധികാരികമായി അവിടുത്തെ ദൈവങ്ങളെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല എങ്കിലും അതിമനോഹരമായി ഏവർക്കും ഇഷ്ടമാകും വിധത്തിലുള്ള, ഏവരെയും അത്ഭുതപ്പെടുത്തും വിധത്തിലുള്ള കൊത്തുപണികളും കരിങ്കൽ പണികളും നമുക്കവിടെ കാണാൻ സാധിക്കും. ഭക്തിസാന്ദ്രമായും ജാതിഭേദമില്ലാതെയും ഒത്തിരി ടൂറിസ്റ്റുകളും ഈ ഒരു അമ്പലത്തിൽ എത്താറുണ്ട്. ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത്രയും കുന്നിൻ്റെ മുകളിൽ ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം, അതും നമുക്ക് ഇത്ര എളുപ്പത്തിൽ പോയി വരാൻ പറ്റുമെന്നറിഞ്ഞിട്ടും അവിടെ പോകാതിരിക്കുന്നത് ഒരു നഷ്ടം തന്നെയാണ്. അതിമനോഹരമായ കൊത്തുപണികളും ചിത്രകലകളും ഏവരെയും, അതിപ്പോൾ മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഏവർക്കും അത്ഭുതമുളവാക്കുന്നവ തന്നെയാണ്. ഈ ഒരു ഗോപുരത്തിന് താഴെയായി അഴക് വിടർത്തി നിൽക്കുന്ന 2 മയിലുകളുടെ കൊത്തുപണികൾ കാണാൻ കഴിയും. ഈ ഒരു മയിലിൻ്റെ ഭംഗി ആരെയും ആകർഷിക്കുന്നവ തന്നെയാണ്. സാധാരണയായി നമ്മൾ കാണുന്ന മയിലിൻ്റെ കളർ ഇതല്ല. ഈ ഒരു മയിലിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. അന്നത്തെ രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന വിധത്തിലുള്ള ഈ ഗോപുരത്തിൽ മുരുകൻ്റെ ആയുധമായ വേലിൻ്റെ ഒരു വലിയ ബിംബം കൂടി കാണാൻ സാധിക്കും. ഇത് ഈ അടുത്തായി പുതുക്കി പണിതതാണെന്ന് അറിയപ്പെടുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം താഴെ ഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൽത്തൂണുകളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനോഹരമായ കൊത്തുപണികൾ കാണാം. ഇതിനകത്തായി ക്യൂ നിന്ന് വേണം ശ്രീകോവിലിന് മുന്നിലെത്താൻ. അതിന് പ്രയാസമുള്ളവർക്ക് നാമമാത്രമായ ഒരു തുക നൽകിയാൽ ക്യൂ ഇല്ലാതെയും ശ്രീകോവിലിന് മുന്നിലെത്താൻ സാധിക്കും. മുരുകൻ്റെ ബാലരൂപമായ കുമാരസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ക്ഷേത്രമുറ്റത്തുകൂടി എത്ര പൊള്ളുന്ന വെയിലിലും നമുക്ക് നടക്കാൻ സാധിക്കും. അതിനായി പ്രത്യേകം വെള്ള പാതയോരങ്ങൾ തീർത്തിട്ടുണ്ട്. ഈ പാതയിലൂടെ നടക്കണമെന്ന് മാത്രം. നല്ല ഭംഗിയുള്ള കാറ്റൊക്കെ ഏറ്റ് ഭംഗിയുള്ള കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ നമുക്ക് നടക്കാം. ഈ ഒരു ക്ഷേത്രമുറ്റത്ത് പ്രധാനമായും മറ്റ് കുഞ്ഞു ക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ചൊന്നും എനിക്ക് ആധികാരികമായി പറയാൻ അറിയില്ല. ഒത്തിരി കുഞ്ഞു ക്ഷേത്രങ്ങൾ കൂടി നമുക്കവിടെ കാണാൻ സാധിക്കും.
ഇത് ഉച്ചിപ്പിള്ളിയാർ ശ്രീകോവിൽ. 16 പടവുകൾ താണ്ടി ഉയരത്തിലായാണ് ഈ ഒരു ശ്രീകോവിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ഒരു ശ്രീകോവിൽ കൂടാതെ മറ്റ് കൊച്ചു കൊച്ചു ശ്രീകോവിലുകളും ഇവിടെയുണ്ട്. ഈ ഒരു വലിയ പുളിമരത്തിൻ്റെ ചുവട്ടിലായി ഒരു സ്ത്രീ പ്രതിഷ്ഠയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ ഏവർക്കും അറിയാവുന്ന ഒരു ഗണപതി പ്രതിഷ്ഠയും നമുക്കിവിടെയായി കാണാൻ സാധിക്കും. ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു അത്ഭുതമെന്ന് പറയാം ഈ ഒരു അമ്പലക്കുളം. ഈ അമ്പലം തന്നെ എത്ര ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അവിടെ ഒരിക്കലും പറ്റാത്ത അതിമനോഹരമായ ഒരു അമ്പലക്കുളം. പശ്ചിമഘട്ടത്തിൽ വസിച്ചിരുന്ന അഗസ്ത്യാർ മുനിക്ക് മുരുകൻ ദർശനം നൽകിയിരുന്നത് ഈ കുളത്തിൽ വെച്ചായിരുന്നു എന്നാണ് ഐതിഹ്യം. ഇനി താഴെ അടിവാരത്തിൽ നിന്നും 625 പടവുകൾ കയറി എത്തുന്നത് ഈ ഒരു പൂമുഖത്തിലേക്കാണ്. ഈ ഒരു പൂമുഖത്ത് നിന്ന് നമുക്ക് ചുറ്റോട് ചുറ്റൊന്ന് ക്യാമറയൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. എത്ര മനോഹരമായ കാഴ്ചയാണ് നമുക്ക് നൽകുന്നതെന്ന് കാണാം. തമിഴ്നാടിൻ്റെ ഗ്രാമഭംഗി അറിയണമെങ്കിൽ ഈ തെങ്കാശി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പോകണം. അതിമനോഹരമായ ഹരിതഭംഗി തന്നെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങ് ദൂരെയായി വെള്ള വരകൾ പോലെ കാണുന്നത് പടുകൂറ്റൻ കാറ്റാടി മരങ്ങളാണ്. പുഷ്പ സിനിമയിലെ ശ്രീവല്ലി എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ നമ്മുടെ അല്ലു അർജുൻ നിൽക്കുന്ന പാറയാണ് അത്. അതിൻ്റെ ബാക്ക് ലൊക്കേഷനായിട്ട് വന്നിരിക്കുന്നത് ഈ തിരുമലൈ കോവിൽ തന്നെയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ അവിടെ ഒന്ന് പോകുക. ഒരൊറ്റ ദിവസത്തെ കാര്യമേ ഉള്ളൂ. ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം കാണാതിരിക്കുന്നത് തന്നെ നഷ്ടമല്ലേ. അപ്പോൾ എൻ്റെ ഈ തിരുമലൈ കോവിൽ എന്നുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.